സ്മാർട്ട് ടി വിയുള്ള രക്ഷാകർത്താക്കൾ പോലും മക്കളുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു, പഠിക്കടാ പഠിക്ക്, ഇനി എടുത്തോ, ഇനി ഒന്നും നോക്കണ്ടെന്ന് നമ്മൾ ഇതിന്റെ ആയിട്ടുള്ള കയ്യിലേക്ക് ഇത് കൊടുത്തില്ലേ. അപ്പൊ നിങ്ങളേക്ക് ഇതും ലഹരിയും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിക്കും. എന്റെ 1ാം ക്ലാസ്സിലെ മോൻ, ഞാൻ ഇതിനെ മൊബൈൽ ഫോണിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ്. മൊബൈൽ ഫോൺ വേണ്ട എന്നൊരു സ്ഥലത്തും നമ്മൾ പറയുന്നില്ല. മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും എല്ലാം വേണം. പക്ഷെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നമ്മളെ മക്കളെ നമ്മൾ പ്രാപ്തനാക്കണം. ലഹരി പണ്ട് ഇപ്പൊ സിഗരറ്റും കള്ളും ഒക്കെ പണ്ടേ ഈ ലോകത്തുണ്ട്, ഇല്ലേ? ലഹരി സിഗരറ്റും കള്ളും കഞ്ചാവും നാടനൊന്നും ഇല്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നോ? പക്ഷെ ചങ്കൂറ്റമുള്ളൊരു സമൂഹം ഉണ്ടായിരുന്നു. ഞാനത് ഉപയോഗിക്കില്ല എന്ന് ചങ്കൂറ്റത്തോടുകൂടി മദ്യത്തിന്റെ കടയുടെ മുന്നിലൂടെ നടന്നു പോയ ഒരു യൗവന കാലഘട്ടം ഉണ്ടായിരുന്നു നിങ്ങൾക്കും എനക്കൊക്കെ. അവിടെയാണ് വിഷയം. വേണ്ടാന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്, നിങ്ങളാണ്, നമ്മുടെ മക്കളാണ്. ആ മക്കളെ വേണ്ട എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് മനസ്സ് മാറ്റിക്കൊണ്ടുവരുവാൻ അവിടെയാണ് ബോധവൽക്കരണത്തിന്റെ പ്രസക്തി. അവിടെയാണ് ബോധവൽക്കരണം. ഒരുത്തം വന്ന് നമു എന്ന് പറഞ്ഞിട്ട് 1.5 മണിക്കൂർ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. വീട്ടിൽ നിന്ന് നിരന്തരം മക്കളോട് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഡിജിറ്റൽ ലഹരിയുടെ കാലഘട്ടത്തിൽ നിങ്ങളും ഞാനും കുറച്ചും കൂടി അലേർട്ട് ആവേണ്ടതുണ്ട്.